ഇനി സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങളിലെ രണ്ടാമത്തെ നിയമമാണ് ഇദ്ഗാമുൻ ബിഗുന്ന. എന്താണ് ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് പറഞ്ഞാൽ? ഇദ്ഗാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യോജിപ്പിക്കുക, മെർജ് ചെയ്യുക, ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം 4 അക്ഷരങ്ങൾ, നേരത്തെ നമ്മൾ ഇദ്ഹാറിൽ 6 അക്ഷരമാണ് പറഞ്ഞത്, ഇവിടെ 4 അക്ഷരമാണ്. ഏതൊക്കെയാണ് 4 അക്ഷരങ്ങൾ? നൂന്, വാവ്, മീമ്, യാ. ഈ 4 അക്ഷരങ്ങൾ വന്നാൽ അവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഈ നൂന് വന്നു, അല്ലെങ്കിൽ വാവ് വന്നു, മീമ് വന്നു, യാവ് വന്നു. അങ്ങനെ വന്നാൽ ഈ നൂനിനെ നമ്മൾ ആ നെക്സ്റ്റ് ലെറ്ററിലേക്ക്, അടുത്ത അക്ഷരം ഏതാണോ, ഈ 4ൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ നൂനിനെ ഇദ്ഗാം ചെയ്യണം, മെർജ് ചെയ്യണം. ഇനി തൻവീനിന് ശേഷമാണ് ഈ 4ൽ ഏതെങ്കിലും ഒരു അക്ഷരം വരുന്നത് എങ്കിൽ ഈ തൻവീനിനെ നമ്മൾ അതിലേക്ക് മെർജ് ചെയ്യണം, ലയിപ്പിക്കണം. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. പിന്നെ ബിഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ഓതേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സാക്കിനായ നൂനിന് ശേഷം യാ വന്നതിൻ്റെ ഒരു ഉദാഹരണം മൻ യശാഉ എന്നാണ് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുക. മൻ എന്നുള്ള ഒരു വാക്ക്, രണ്ടാമത്തെ ഒരു വാക്ക് യശാ. അപ്പോൾ ഈ സാക്കിനായ നൂനിന് ശേഷം ഇവിടെ യാ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മൻ യശാ, മൻ യശാ. അവിടെ മൻ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയൂല, മറിച്ച് ആ നൂനിനെ നമ്മൾ ശേഷമുള്ള യായിലേക്ക് ഇദ്ഗാം ചെയ്യും. മൻ യശാ. എങ്ങനെയാണ് അവിടെ ഓതേണ്ടത്? ഇനി തൻവീനിന് ശേഷം യാ വന്നതിൻ്റെ ഒരു ഉദാഹരണം ഖൈറൻ യറ, ഖൈറൻ യറ. അവിടെ ഖൈറൻ, റാഇനിക്ക് തൻവീൻ ഫതഹാണ്, ശേഷം യാ വന്നു. യാ നമ്മൾ പറഞ്ഞ ഇദ്ഗാമുൻ ബിഗുന്നയുടെ 4 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ്, അതുകൊണ്ട് ആ തൻവീനിനെ ശേഷമുള്ള യായിലേക്ക് നമ്മൾ ഇദ്ഗാം ചെയ്തു. ഖൈറൻ യറ. അതുപോലെ ഫീ കിതാബിൻ മുബീൻ, ഫീ കിതാബിൻ മുബീൻ. കിതാബിൻ, ബായിനിക്ക് തൻവീൻ കസറാണ്, ശേഷം മീമ് വന്നു, അപ്പോൾ ആ തൻവീൻ കസറിനെ നമ്മൾ മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. കിതാബിൻ മുബീൻ. അതുപോലെ സിറാജൻ വഹാജ, സിറാജൻ, ജീമിനിക്ക് തൻവീൻ ഫതഹാണ്, ശേഷം വാവ് വന്നു, അതുകൊണ്ട് ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്തു. സിറാജൻ വഹാജ. റസൂലൻ നബിയ, ലാമിനിക്ക് തൻവീൻ ഫതഹാണ്, ശേഷം നൂന് വന്നു, ആ തൻവീനിനെ ശേഷമുള്ള നൂനിലേക്ക് ഇദ്ഗാം ചെയ്തു. റസൂലൻ നബിയ. ഇങ്ങനെ തൻവീനിന് ശേഷം അല്ലെങ്കിൽ സാക്കിനായ നൂനിന് ശേഷം നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇതിനെ അടുത്ത അക്ഷരത്തിലേക്ക്, തൻവീനാണെങ്കിൽ തൻവീനിനെ, അല്ലെങ്കിൽ നൂനാണെങ്കിൽ നൂനിനെ ശേഷമുള്ള ഈ 4ൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിലേക്ക് ഏതാണോ വരുന്നത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, മെർജ് ചെയ്യണം. ഇതിനാണ് ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് പറയുന്നത്. ഈ ഇദ്ഗാമുൻ ബിഗുന്നയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, ചില എക്സെപ്ഷനുകൾ ഇവിടെ വരുന്നുണ്ട്. ഉദാഹരണം യാസീൻ, യാസീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അവസാനിക്കുന്നത് എന്തുകൊണ്ടാ? സുക്കൂനുള്ള നൂന് കൊണ്ടാ. ശേഷം അടുത്ത ഭാഗം ഏതാ? വൽ ഖുർആനിൽ ഹകീം. അപ്പോൾ വാവാണ് ശേഷം വരുന്നത്. നമ്മൾ നിയമം പഠിച്ചത് എന്താ? സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാൽ, ഇദ്ഗാമുൻ ബിഗുന്നയുടെ 4 അക്ഷരത്തിൽപ്പെട്ടതാണല്ലോ വാവ്. അപ്പോൾ വാവ് വന്നാൽ നമ്മൾ ഇദ്ഗാമുൻ ബിഗുന്ന ചെയ്യണം എന്നാ പറഞ്ഞത്, ഇദ്ഗാം ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷേ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നുള്ളത് ഒരു എക്സെപ്ഷനാണ്. അവിടെ നമ്മൾ ഇദ്ഗാമുൻ ബിഗുന്ന ചെയ്യേണ്ടതില്ല, മറിച്ച് അവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. അപ്പോൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നാണ് ഓതേണ്ടത്. അല്ലാതെ യാസീൻ അങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ഇദ്ഗാം ചെയ്യേണ്ടതില്ല. അതുപോലെ നമ്മൾ തബാറക സൂറത്തിന് ശേഷമുള്ള സൂറത്തുൽ ഖലം, അതിൻ്റെ തുടക്കത്തിലും ഇതുപോലെ ഒന്ന് വരുന്നുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അപ്പോൾ നൂൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡിങ് സുക്കൂനുള്ള നൂനാണ്, സാക്കിനായ നൂനാണ്. ശേഷം വൽ ഖലമി, വാവാണ് വരുന്നത്. അവിടെയും നമ്മൾ ഇദ്ഹാറായിട്ടാണ് ഓതേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച നിയമത്തിൽ നിന്ന് 2 എക്സെപ്ഷനുകളാണ് ഇവിടെ ഖുർആനിൽ വരുന്നത്. ഒന്ന് യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നുള്ളതും നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്നുള്ള ഭാഗത്തും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സാക്കിനായ നൂനിന് ശേഷം
ഇതുപോലെ നൂന്, വാവ്, മീമ്, യാ ഈ നാലിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ നമ്മൾ ഇദ്ഗാമു ചെയ്താണ് ഓതേണ്ടത്, മണിച്ച് ഓതണം. അതുപോലെ ഇനി ഈ സാക്കിനായ നൂനിന് ശേഷം നമ്മളിപ്പോൾ ഈ പറയപ്പെട്ട 4 അക്ഷരങ്ങൾ വാവോ അല്ലെങ്കിൽ പിന്നെ ഒരു പദത്തിൽ വന്നാൽ അവിടെയും നമ്മൾ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഖിൻവാൻ, ഖുർആനിൽ വരുന്ന ചില പദങ്ങളാണ്. ഖിൻവാൻ, അവിടെ ഖിൻ എന്ന് പറയുമ്പോൾ സാക്കിനായ നൂനാണ്, ശേഷം വാവാണ്. പക്ഷെ അവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യേണ്ടതില്ല, കാരണം ഒറ്റ പദത്തിൽ വരികയാണെങ്കിൽ അവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. ഖിൻവാൻ, അതുപോലെ ബുനിയാൻ, സിൻവാൻ, ദുനിയ, ഇതെല്ലാം ഒരു പദത്തിൽ സാക്കിനായ നൂനിന് ശേഷം വന്ന പദങ്ങളാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഇദ്ഹാർ ചെയ്യണം, ഇവിടെയും നമ്മൾ ഇദ്ഗാമുൻ ബിഗുന്ന ചെയ്യാൻ പാടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം നൂന്, വാവ്, മീമ്, യാ ഈ 4 അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ അവിടെ ഇദ്ഗാം ചെയ്യണം. തൻവീനാണെങ്കിൽ തൻവീനിന്, നൂനാണെങ്കിൽ നൂനിന് ശേഷമുള്ള ഈ പറയപ്പെട്ട ഏതക്ഷരമാണോ അതിലേക്ക് നമ്മൾ മെർജ് ചെയ്യണം. അങ്ങനെയാണ് ഓതേണ്ടത്. ഇനി അടുത്ത ഒരു നിയമം ഇദ്ഗാമുൻ ബിലാഗുന്നയാണ്. ഇദ്ഗാം എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, മെർജ് ചെയ്യലാണ്. ഇദ്ഗാമുൻ ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ബിഗുന്ന പറഞ്ഞത് മണിച്ചുകൊണ്ട് ഓതണമെന്ന, ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ ഓതുക. അപ്പോൾ ഇദ്ഗാമുൻ ബിലാഗുന്നയുടെ അക്ഷരങ്ങൾ 2 എണ്ണമാണ്, ലാമ്, റാ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ നമ്മൾ അവിടെ ഇദ്ഗാം ചെയ്യണം, പക്ഷേ അവിടെ മണിക്കേണ്ടതില്ല. ഉദാഹരണം, സാക്കിനായ നൂനിന് ശേഷം റാ വന്നതിൻ്റെ ഒരു ഉദാഹരണം, അൻ റആഹു എന്നാണ് ശരിക്ക്. പക്ഷേ സാക്കിനായ നൂന് ശേഷം റാ വന്നു, അപ്പോൾ നമ്മൾ അവിടെ ആ നൂന് പറയേണ്ടതില്ല, മറിച്ച് ആ നൂനിനെ റായിലേക്ക് നമ്മൾ മെർജ് ചെയ്യണം. എന്നിട്ട് മണിക്കാതെ നമ്മൾ ഓതാം. അർറആഹു, അവിടെ ഒരിക്കലും അൻ റആഹു എന്ന് പറയേണ്ടതില്ല, മറിച്ച് അർറആഹുസ്തഗ്ന. ഇനി തൻവീനിന് ശേഷം റാ വന്നൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ മുഹമ്മദുൻ, ദാലിനിക്ക് തൻവീൻ ലമ്മാണ്, ശേഷം റാ വന്നു. അപ്പോൾ ആ തൻവീനിനെ നമ്മൾ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നമ്മൾ മണിക്കേണ്ടതില്ല, അതിനാണ് ഇദ്ഗാമുൻ ബിലാഗുന്ന എന്ന് പറയുക. മുഹമ്മദുർ അങ്ങനെ മണിക്കേണ്ടതില്ല. ഇനി ലാമിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ വലം യകുല്ലഹു, യകുൻ ലഹു എന്നാണ് നമുക്ക് എഴുത്തിൽ കാണാൻ പറ്റുക. പക്ഷെ നമ്മളവിടെ നൂന് പറയേണ്ടതില്ല, കാരണം നൂനിന് ശേഷം ലാമു വന്നിട്ടുണ്ട്. അപ്പോൾ വലം യകുല്ലഹു എന്നാണ് ഓതേണ്ടത്. അതുപോലെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. വൈലുൻ, ലാമിനിക്ക് തൻവീൻ ലമ്മ നമുക്ക് കാണാൻ പറ്റും, ശേഷം ലാമാണ്. അപ്പോൾ തൻവീനിന് ശേഷം ലാമ വന്നാൽ ഇദ്ഗാമുൻ ബിലാഗുന്നയാണ്. അപ്പോൾ ആ തൻവീൻ ലമ്മിനെ നമ്മൾ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യും. വൈലുൻ ലി അങ്ങനെയല്ല, പിന്നെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഇദ്ഗാമുൻ ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമ് റാ എന്നീ 2 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യണം, പക്ഷേ മണിക്കേണ്ടതില്ല. അതിനാണ് ഇദ്ഗാമുൻ ബിലാഗുന്ന എന്ന് പറയുക.